ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. ഇത് കേൾക്കുമ്പോൾ ഒരു ശോകകാരമായിട്ടോ അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാനത്തെ ഒരു അഭിപ്രായ പ്രകടനമായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഞാൻ വലിയ സന്തോഷത്തോടെയാണ് ഈ വരികളിലൂടെ ആലപിച്ചത്. സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ഇത് കേട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ പാടിയത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി കാരണഭൂതൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സഖാവ് പിണറായി വിജയനെക്കുറിച്ചാണ്. ഈ പാടിയതിൻ്റെ അർത്ഥം അദ്ദേഹം ഉടനെ മരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനൊരു ദുരർത്ഥമേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഇനി ഒരുപാട് കാലം ജീവിച്ചിരുന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പാടിയതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഭരണ കാലാവധി കഴിയാറായി. 2026 മെയ് മാസത്തിൽ പുള്ളിയുടെ ഉദ്യോഗ കാലാവധി കഴിയും. എങ്ങനെ പോയാലും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അടുത്ത മെയ് 20 കൂടിയിട്ട് പുതിയ സർക്കാർ രൂപീകരിക്കേണ്ട ഘട്ടത്തിലെത്തും. അപ്പോൾ പിണറായി വിജയൻ്റെ ഔദ്യോഗിക കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി അധികം നാളൊന്നും ഈ മുഖ്യമന്ത്രി കസേരയിൽ തുടരാൻ പറ്റുകയില്ല. ഇനി നമ്മുടെ നല്ലവരായ നാട്ടുകാർ അദ്ദേഹത്തെ വീണ്ടും വിജയിപ്പിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ വന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് പുള്ളി ഒന്നുകിൽ പി രാജീവനോ അല്ലെങ്കിൽ മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് മാറിക്കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പിണറായി സഖാവിൻ്റെ കാലാവധി കഴിയാൻ പോവുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ സഞ്ചരിക്കുന്ന കാറ് അത്ര തന്നെ സുഖകരമായിട്ട് തോന്നില്ല. നിങ്ങൾ ആലോചിക്കണം, 2023 ഇപ്പോൾ ഉപയോഗിക്കുന്ന കിയ കാർണിവൽ എന്ന് പറഞ്ഞ സാധനം മേടിച്ചത്, കറുത്ത കിയ. പുള്ളിക്ക് പൊതുവേ കറുപ്പ് നിറത്തോട് അലർജിയാണ്. ആരെങ്കിലും കരിങ്കൂടി കാണിച്ചാൽ അല്ലെങ്കിൽ കറുത്ത മാസ്ക് വയ്ക്കുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ കറുത്ത എന്താണ് രണ്ടാം മുണ്ട് തോളത്തിന് വേണമെങ്കിൽ പുള്ളി കോപാകുലം, പോലീസുകാർ അവരെ കഴുത്തെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയുള്ള മുഖ്യമന്ത്രി പക്ഷേ കറുത്ത കാറിലെ യാത്രയും. ആ കാറ് മേടിച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലമായിട്ട് പുള്ളി ഒരേ കാറിൽ യാത്ര ചെയ്യണം. പുള്ളി ബോറടിച്ചു. പുതിയൊരു കാറ് വാങ്ങിക്കണം. അത് ചെറിയ കാറൊന്നും പോരാ. കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അംബാസഡറിലാണ് യാത്ര ചെയ്യുന്നത്. അന്നതൊക്കെ മതിയായിരുന്നു. കാരണം കട്ടൻ ചായ പരിപ്പോട കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് നായനാരും അങ്ങനെയുള്ള ആളുകൾ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അതൊന്നും പോരാ. പുള്ളി ഇത്തിരി ഗബയിൽ ജീവിച്ച് പരിചയിച്ച ആളാണ്. ഏറമ്പാലകൃഷ്ണൻ നായനാരെ പോലെ ഒരു കഷ്ടപ്പാട് അനുഭവിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. പുള്ളി നല്ല ജീവിക്കാൻ ചുറ്റുപാടുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ ആനയുണ്ടായിരുന്നു, പിന്നെ നിരവധി കാറുകളുണ്ടായിരുന്നു, വീട്ടുജോലിക്ക് ആളുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പാടുകളൊന്നും സഹിച്ച് അല്ലലും അലട്ടുമില്ലാതെ ജീവിച്ച് വളർന്ന ആളാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇത്തിരി സൗകര്യത്തിലൊക്കെ ജീവിക്കണം. അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസ് ഇടയ്ക്കിടയ്ക്ക് ബോഡി പിടിപ്പിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പറഞ്ഞിട്ട് ലിഫ്റ്റ് വെച്ചത്, അതുപോലെ ഗോശാല ഏർപ്പെടുത്തിയതും, അവിടെ പശുക്കൾക്ക് പാട്ട് കേൾക്കാനായിട്ട് മ്യൂസിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ. അങ്ങനെ സാമാന്യം സന്തോഷത്തിൽ ജീവിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ വിദേശയാത്രയ്ക്ക് പോകുന്ന, മൂക്കിപ്പനി വന്നാൽ പോലും മയോ ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ അംബാസഡറോ അല്ലെങ്കിൽ മാരുതിയോ അതുമല്ലെങ്കിൽ ഹോണ്ടയോ ഹിറ്റാച്ചിയോ മിറ്റ്സുബിഷിയോ ഒന്നും പോരാ. മൂപ്പരാൻ ഇത്തിരി വിസ്താരമുള്ള കാറിൽ യാത്ര ചെയ്യണം. ഏതായാലും കളി കഴിയാൻ പോകണു. 9 ജില്ല കൊല്ലായി, 9 കൊല്ലായി, 9.25 കൊല്ലമായി. ഇനി വെറും 3 മാസം അല്ലെങ്കിൽ 4 മാസമേ ബാക്കിയുള്ളൂ. ആ സമയത്തെങ്കിലും നല്ല കാറിൽ അന്തസ്സായിട്ട് യാത്ര ചെയ്യണം. മുഖ്യമന്ത്രിക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും കമല ടീച്ചർക്ക് ആഗ്രഹമുണ്ടാവും. കാരണം മുഖ്യമന്ത്രിയുടെ ഭാര്യയായിട്ട് ഇത്ര കൊല്ലം ഇരുന്നു, 9 ജില്ലാനും കൊല്ലം. മുഖ്യമന്ത്രിയുടെ ഭാര്യയായിട്ട്, ഫസ്റ്റ് ലേഡിയായിട്ട് കേരള സംസ്ഥാനത്ത് വിലസി. ഒരു വിസ്താരമുള്ള കാറിൽ കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ എൻ്റെ പോക്കണക്കേട്? ആർക്കാ? നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു കുറച്ചുകൂടി സൗകര്യമുള്ള, വിസ്താരമുള്ള, ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാർ വാങ്ങിക്കണം എന്ന് പുള്ളി ഉടനെ തന്നെ ധനമന്ത്രി ബാലഗോപാലിനെ വിളിച്ചു പറഞ്ഞു. ബാലഗോപാലൻ നോക്കിയപ്പോൾ ഖജനാവിൽ നിറയെ കാശാളെന്ന് കൊടുക്കുന്നത്. പണം ഇങ്ങനെ കിടന്ന് ഓളം വെട്ടുകയാണ്. ഇതെങ്ങനെ ചിലവാക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ബാലഗോപാലിനാകെ വിഷമിച്ചിരിക്കുകയാണ്. അത് ചിലവാക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഈ ക്ഷേമ പെൻഷനൊക്കെ 10 രൂപ, 20 രൂപ, 30 രൂപയ്ക്ക് കൂട്ടാൻ തീരുമാനിച്ചത്.
വിധവാ പെൻഷൻ കൂട്ടി, പിന്നെ കർഷക തൊഴിലാളി പെൻഷൻ കൂട്ടി. അതിൻ്റെ മുടങ്ങിക്കിടന്ന ചില ഗഡുക്കളൊക്കെ അടക്കാൻ തീരുമാനിച്ചു. ഈ ആശാ വർക്കർമാർക്ക് പോലും 10-50 രൂപ വായ്ക്കരിയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും പൈസ ബാക്കി കിടക്കണം. അപ്പോൾ ബാലഗോപാലിനോട് ചോദിച്ചു, കാശ് വല്ലതും ഉണ്ടോ ഖജനാവിൽ? ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ കടമായിട്ട് തന്നാലും മതി. ബാലഗോപാലൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല സഖാവ്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഖജനാവിൽ കാശ് കിടന്നിങ്ങനെ ഓളം പെട്ടുകയല്ലേ. എത്ര രൂപയാണെന്ന് ചോദിച്ചു. പുള്ളി കിട്ടുകയാണെങ്കിൽ 1-2 കിട്ടിയാൽ തിരക്കില്ല. ഉടനെ തന്നെ പുള്ളിക്കാരൻ ആ ഒരു സംഖ്യ അനുവദിച്ചു. അപ്പോൾ സംഖ്യ അത്ര വലിയ സംഖ്യയൊന്നുമല്ല, വെറും 1,10,00,000 രൂപ. കേരളം പോലെ സമ്പന്നമായൊരു സംസ്ഥാനത്ത് ഈ നവോത്ഥാനവും പുരോഗമനവും വിപ്ലവവും ഒക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഖജനാവിൽ കാശ് കിടന്ന് ഓളം വെട്ടുമ്പോൾ വെറും 1,10,00,000 എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഖ്യയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ സംഖ്യയാണെന്ന്? എനിക്ക് തോന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ചെറിയ സംഖ്യയാണ് എന്നാണ്. മാത്രമല്ല, നമ്മളെ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരു മുഖ്യമന്ത്രി ലോകത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പെരിക്ലീസിൻ്റെ കാലത്ത് ഏതൻസ്, അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് റോം, എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലത്ത് ഇംഗ്ലണ്ട്. ഇതൊക്കെ വല്ലതുമാണോ? പിണറായി സഖാവിൻ്റെ കാലത്ത് കേരളത്തോട് താരതമ്യം ചെയ്യാനായിട്ട് ലോക ചരിത്രത്തിൽ എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? വോട്ട് ലോക ചരിത്രത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ? എനിക്ക് തോന്നില്ല. അപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ ഈ 9.25 കൊല്ലം കഴിഞ്ഞ് 10ാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിനും കുടുംബത്തിന് യാത്ര ചെയ്യാനായിട്ട് 1,10,00,000 കാർ വാങ്ങിച്ചാൽ പോരാ, 2,20,00,000 3,30,00,000 വാങ്ങിച്ചാൽ പോലും നമ്മളാരും ഒരാക്ഷേപം പറയില്ല. മുഖ്യമന്ത്രിയെ പല കാര്യത്തിലും വിമർശിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും വിമർശിക്കുന്ന ആളാണ് ഞാൻ. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ പക്വതയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും എല്ലാം പരിഗണിക്കുമ്പോൾ ഈ 1,10,00,000 അനുവദിച്ച് കുറഞ്ഞുപോയി. 2,20,00,000 3,30,00,000 അനുവദിക്കേണ്ടായിരുന്നു. അത് ബാലഗോപാലിൽ കാണിച്ച ഒരു പിശുക്ക് അല്ലെങ്കിൽ പൗശന്യമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയും കുടുംബവും ഒരു നല്ല കാറിൽ യാത്ര ചെയ്യേണ്ടത് നമ്മളെല്ലാവരുടെയും അന്തസ്സിൻ്റെ ഭാഗമാണ്. കാരണം കേരള മുഖ്യമന്ത്രി വേറൊരു ചാളപ്പറങ്ങിയായിട്ട് ചാണപ്പുളിയായിട്ട് നടന്ന ആർക്കാ അതിൻ്റെ മോശം? നിങ്ങൾക്കും എനിക്കുമാണ് അതിൻ്റെ മോശം. അതുകൊണ്ട് സഖാവേ, നല്ലൊരു കാറിൽ ഗംഭീരമായിട്ട് യാത്ര ചെയ്യൂ. ഇൻക്ലാബ് സിന്ദാബാദ്.